ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അംബ്രല സ്കർട്ട് തയ്ക്കാം. ഇതൊരു ഫുൾ സർക്കിൾ സ്കേർട്ടാണ്. ഫുൾ അംബ്രല സ്കേർട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അളവാണ്. ഫുൾ ലെങ്ത്ത് 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഹിപ്പ് മെഷർമെൻറ്റ് 19 ഇഞ്ച്. വേസ്റ്റ് മെഷർമെൻ്റ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം ഇത് ഇലാസ്റ്റിക്കാണ് ഇതിന് വെക്കുന്നത്. അപ്പോൾ ആ തലയിൽ കൂടെ കടത്തിയിടാനായിട്ട് എളുപ്പത്തിനാണ് ഹിപ്പ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റേഡിയസ് എടുക്കുമ്പോൾ ഫുൾ അംബ്രല സ്കേർട്ട് ആർക്ക് തയ്ക്കുകയാണെങ്കിലും അവരുടെ ഹിപ്പ് മെഷർമെൻറ്റിൻ്റെ അളവിനോട് ഈ ഒരു 6.28 എന്ന് പറയുന്ന നമ്പർ ഡിവൈഡ് ചെയ്യണം ഫുൾ അംബ്രല സ്കേർട്ടിന്. അപ്പോൾ നമുക്കിവിടെ 3.2 കിട്ടി. അപ്പോൾ ഞാനതിനെ 3 ആക്കിയിട്ട് റൗണ്ട് ചെയ്തു. 1 മീറ്റർ തുണിയാണിത്. ആദ്യം തന്നെ ഇതിനെ പകുതിയാക്കി മടക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. തുണി മടക്കി എടുത്തിട്ടുണ്ട് 4 ആക്കിയിട്ട്. ഇവിടെയാണ് നമുക്ക് 2 മടക്കുകൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് റേഡിയസ് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ടേപ്പ് കുറച്ചായി പിടിച്ച് തന്നെ കൊടുക്കണം. എന്നാലാണ് ആ ഒരു റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 11. 1 മൈനസ് ചെയ്യാനുള്ള കാരണം 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11 ഇഞ്ച്. അങ്ങനെ ആ ടേപ്പിനെ പിടിച്ചതാ. ഇത്രയും നമ്മൾ ചെറിയ അളവുകൾ മാത്രം പിടിച്ചു കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ ഈ ടേപ്പിനെ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. നമ്മളെപ്പോഴും ടേപ്പ് പിടിക്കുമ്പോൾ ഇവിടെ നിന്ന് പിടിക്കുമ്പോഴാ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ നീക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് മടക്കി അടിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ കേസിങ്ങിനോട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ്. അവിടെ 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിരിച്ചിടുമ്പോഴാ ഒരു ഫുൾ സർക്കിളായിട്ട് നമുക്ക് കിട്ടി. ഇലാസ്റ്റിക്കിൻ്റെ കേസിങ് ശരിയാക്കാനായിട്ട് ഇതിന് നമ്മളിതാ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. അതായത് ഡബിൾ ചെയ്യുമ്പോൾ 19 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്നത് ആ 19 ഇഞ്ചിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യുക. ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇലാസ്റ്റിക് കേസിങ്ങിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിപ്പോൾ സ്ട്രേറ്റ് പീസ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് വെച്ച് തുടങ്ങുക. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. നമുക്ക് അവസാനം കൂട്ടി അടിക്കാനുള്ളതാണ്. 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ മൊത്തം തയ്ക്കുക. ഇലാസ്റ്റിക് കേസിങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പിനെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ഫിനിഷിങ് കിട്ടും. 19 ഇഞ്ചായിരുന്നു നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ച് വീതം അങ്ങനെ ഡബിൾ ചെയ്യുമ്പോൾ 16 ഇഞ്ചാണ് ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇത്രയും പോർഷൻ ഇത് തയ്ക്കാനാണ്. ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാനാണ്. ഇലാസ്റ്റിക് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് 4 എണ്ണത്തിന് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ഭാഗം, ഇവിടെ അതിൻ്റെ ഹാഫ് മടക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് പിടിക്കുക. ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. അങ്ങനെ 4 സ്ഥലത്ത് നമ്മൾ ഈക്വലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ തുണിയിലും ചെയ്യുക. ഈ സൈഡ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു മാർക്ക്, അതിൻ്റെ ഹാഫായിട്ടുള്ള ഈ ഒരു ഭാഗം ഒരു മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ തുണിയെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഈ 2 എണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്യുക, ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ തുണി ഇതും 4 സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇലാസ്റ്റിക്കിലത്തെ ആ മാർക്കിങ്സും തുണിയിലെ 4 മാർക്കിങ്സും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മറക്കാൻ പോവുകയാണ്. മറച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അതുമ്പോൾ തന്നെ വരണം നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്ന ആ സ്റ്റിച്ചിങ്ങും.
അങ്ങനെ അടിച്ച് കഴിയുമ്പോഴാ നമുക്കിങ്ങനെയാണ് കിട്ടുക. ഇതാ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് മേലെ ഒന്ന് അടിക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാവുന്നതാണ്. മേലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗം മടക്കി അടിക്കണം. ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു പ്രാവശ്യം മടക്കുക, വീണ്ടും ഒരു പ്രാവശ്യം മടക്കിയിട്ട് ഒരു നോർമൽ സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് കിട്ടുന്നതാണ്. ഒരു ഹെം ലൈൻ കിട്ടും. ഇത് നോർമൽ മെഷീനിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡർ ഉപയോഗിച്ചിട്ട് 6 സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ നോർമൽ സ്റ്റിച്ചിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വൈറ്റ് കളർ നൂലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കോൺട്രാസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു. Mary had a little lamb, its fleece was white as snow.